PV Anwar നമുക്കൊപ്പം ചേരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററാണ്. PV Anwar ഉന്നയിച്ച വിഷയങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഒരു ജീവൻ കൂടി പൊലിയുന്നു. സർക്കാർ 11 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പതിവ് പോലെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു. ഇത്തരം ഫെൻസിങ്ങും സൗരോർജ്ജ വേലികളും ഒക്കെ സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. കോതമംഗലത്ത് കുട്ടൻപുഴയിൽ നമ്മളത് കണ്ടതാണ്. എൽദോസിൻ്റെ മരണത്തിലും ഇതേപോലെ സർക്കാർ ഇടപെടുന്നത് കണ്ടതാണ്. പക്ഷേ ഇടപെടലുകളൊന്നും ഫലം കാണുന്നില്ല. നാട്ടിൽ സ്വൈരവിഹാരം നടത്തുകയാണ് വന്യജീവികൾ. സർക്കാരിന് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലേ ശ്രീ PV Anwar? അല്ല, അവസാനം പറഞ്ഞതാണ് അതിൻ്റെ ശരി. സർക്കാരിന് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല എന്നത് ഒരു തരത്തിൽ നമുക്കൊരു വസ്തുതയായി കാണാമെങ്കിലും 1972 അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് അതിൽ കൃത്യമായി പറയുന്ന ചില സെക്ഷൻസ് ഉണ്ട്. അനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് മനുഷ്യനെ കയറി ആക്രമിച്ചാൽ അതിനെ കൊന്നുകളയാനുള്ള നിയമം ഈ 1972 വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഞാനത് താങ്കളെ വായിച്ച് കേൾപ്പിക്കാം. ഇവിടുത്തെ ഒരു പ്രധാന വിഷയം അതെ 11(1)(a). അപ്പോൾ ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ അമെൻമെൻറ്റ് വേണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആക്ട് ചെയ്യാൻ ഈ പറയുന്ന 1972 ഈ ആക്ട് അതിന് അധികാരം നൽകുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ആ ആക്ട് അനുസരിച്ച് ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്തം സർക്കാർ നിർവഹിക്കുന്നില്ല. ഒന്നാമത് എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഫോറസ്റ്റ് മന്ത്രിയോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അപേക്ഷിക്കാനുള്ളത്, ആദ്യം ഇവർ ഈ 1972 ഈ ആക്ട് ഒന്ന് വായിച്ചു നോക്കണം. ഈ പറയുന്ന അനിമലിനെയും ഈ പറയുന്ന എൻവയോൺമെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു മേഖലയിൽ ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നിയമപരമായിട്ട് കൊല്ലാൻ അധികാരമുണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ട് ആക്ട് 1972 വാസ് enacted to provide for the protection of wild animals, birds and plants and for the matters connected therewith the ancillary or incidental thereto with a view of ensuring the ecological and environmental security of the country. Okay. Captive animal under Wildlife Protection Act 1972 has been defined in 2(5) as any animal specified in the schedule 1, 2, 3 or 4 which is captured or kept or bred in captivity. Wild animal is defined 236 as any animal specified in schedules 1 to 4 and found wild in nature. Okay. Wildlife Protection Act 1972 also permitted, ഇവിടെയാണ് ഇതിൻ്റെ കാര്യം, permitted hunting and killing of a wild animals when it became dangerous of human life under section 11 of the WLP Act. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് PV Anwar. ഇതേപോലെ 2018 മഹാരാഷ്ട്രയിലെ പണ്ടർകൗഡയിൽ വെച്ച് അവനി എന്നു പേരുള്ള ഒരു കടുവയെ കൊന്നു. 13 മനുഷ്യരെയായി ഈ കടുവ കൊന്നത്. അതിനെ വെടിവെച്ച് കൊല്ല 60% മനുഷ്യജീവൻ എടുത്തു, അതായത് ഭക്ഷിച്ചു. പക്ഷേ അന്ന് ഉത്തരവിട്ട DFOയ്ക്ക് കോടതി കയറേണ്ടി വന്നു. അല്ല, അത് കോടതി കയറേണ്ടി വരുന്നത് എന്തിനാണ് ഇത് വെടിവെച്ചത് എന്ന് അവർ ചോദ്യം വന്നാൽ അത് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. കോടതി കയറിയത് കൊണ്ട് ഈ നിയമം പ്രാബല്യത്തിലല്ല എന്നല്ലല്ലോ. സംസ്ഥാന സർക്കാർ 72 ആക്ടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രം ചെയ്യാതെ ആ 72 ആക്ടിലെ പ്രൊവിഷൻസ് എടുത്തു വെച്ച് അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇച്ഛാശക്തി കാണിക്കണം. അത് ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിക്കുന്നില്ല എന്ന് ആരാ പറയുന്നത് അറിയോ? രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ 2023 ഫെബ്രുവരി 18 നമ്മുടെ രാജ്യസഭാ MP P. സന്തോഷ് കുമാർ നടത്തിയ ഒരു മോഷന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നൽകിയ മറുപടി 1 മിനിറ്റ് അത് ഒന്ന് കേൾക്കണം കേരളത്തിലെ ജനങ്ങൾ. വൈഡ് ലെറ്റർ നമ്പർ DD നമ്പർ WL 17/24
2023 dated 18th February 2023. Shri Bhupendra Yadav, Minister Environment, Forest and Climate Change, Government of India had informed Shri P. Santosh Kumar, Member of Parliament, Rajya Sabha, as follows. ഇനിയാണ് കാര്യം നമ്മൾ കേൾക്കേണ്ടത്. Please refer to the special mention raised by you on 8th February 2023 in Rajya Sabha regarding the need for addressing the human life conflict in Kerala. I would like to inform you that management of a wildlife is a primary responsibility of the state government. Management of wildlife is a primary responsibility of the state government. Under the provisions of Wildlife Protection Act 1972, the Chief Wildlife Warden of the state has the powers to take measures to address the human-animal conflict, including grant of permission for hunting of animals that have become dangerous to human life or property. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. The ministry has also issued advice to the state government on management of human-wild conflict, as the matter raised by you is within the purview of the state government. The ministry has requested the Chief Wild Warden, Kerala, to take necessary action in this regard. Bhupendra Yadav. കേന്ദ്രമന്ത്രി വളരെ കൃത്യമായി, മാത്രമല്ല അരുൺ, ഈ മിനിസ്റ്റർ തന്നെ നമ്മുടെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് വയനാട്ടിൽ വന്ന സമയത്ത് കർഷകർ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ ഇതേ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. 1972 ഈ അനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ മനുഷ്യരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമമുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഇവിടുത്തെ വൈൽഡ് ചീഫ് വാർഡനാണ്. വ്യക്തമാണ്. പക്ഷേ കുരുക്കും കാരണം അത് ചെയ്യുന്നില്ല, ഇച്ഛാശക്തി കാണിക്കുന്നില്ല എന്നതാണ് താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ പ്രൊവിഷൻ ഉണ്ടായിരുന്നിട്ടും അതെടുത്ത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. Debate with Dr. Arun Kumar.